എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന 6 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. ആദ്യത്തെ സിനിമ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ടോവിനോ തോമസ് നായകനായി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ നരിവേട്ട എന്ന സിനിമയാണ്. അനുരാജ് മനോഹറിന്റെ സംവിധാനത്തിൽ ടോവിനോ തോമസിനെ നായകനാക്കി ഒരു യഥാർത്ഥ കഥയെ ആസ്പദമാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ 3 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 3-ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 കോടിയോളം രൂപയുടെ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 5,50,00,000 എത്തിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഗംഭീരമായിരുന്നിട്ട് പോലും കേരളത്തിൽ മികച്ച ഹോൾഡോടെ ചിത്രം മുൻപോട്ട് പോവുകയാണ്. അതേസമയം നരിവേട്ട എന്ന സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രം ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 8 കോടി 9 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും പ്രതീക്ഷിക്കുന്നത്. അതേസമയം ജാൻസൺ നെൽസനെ നായകനാക്കി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഉജ്ജ്വലന്റെ 3-ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 70 ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യം 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,70,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഫിഗറൊന്നും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനത്തിലൂടെ പുറത്തുവിട്ടിട്ടില്ല. ഏകദേശം 3,50,00,000 4 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും പ്രതീക്ഷിക്കുന്നത്. ഇനി കഴിഞ്ഞ മാസം ഏപ്രിൽ മാസം 25-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടി കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ നമ്മുടെ ലാലേട്ടൻ നായകനായെത്തിയ ഏറ്റവും പുതിയ ഫാമിലി ഡ്രാമ ഇമോഷണൽ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ തുടരും. നിലവിൽ 31 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന തുടരും എന്ന സിനിമയുടെ 34-ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ആകെ കേരള ഗ്രോസ് കളക്ഷൻ 31 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 118 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം തുടരുമെന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 31 ദിവസങ്ങൾ കൊണ്ട് 230 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഷെയർ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 230 കോടിക്ക് മേലെ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ചിത്രത്തിന്റെ ഷെയർ കളക്ഷൻ മാത്രം 95 കോടി പിന്നിട്ടിരിക്കുകയാണ്. അതായത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രത്തിന്റെ നിർമ്മാതാവിന് കിട്ടുന്ന കളക്ഷൻ 95 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ എമ്പുരാൻ എന്ന സിനിമയിലെ തന്നെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടി രൂപ ഷെയർ കളക്ഷൻ നേടിയിരുന്നു. എന്നാൽ എമ്പുരാനേക്കാൾ മികച്ച കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നേടി കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമ കൂടിയാണ് തുടരും. എന്നിട്ട് പോലും ചിത്രത്തിന്റെ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ കളക്ഷൻ 95 കോടിയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും എമ്പുരാനേക്കാൾ മികച്ച ലാഭം നേടിയ സിനിമ കൂടിയാണ് തുടരും. ഒരു പക്ഷേ മലയാള സിനിമയുടെ ചരിത്രം തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പോലും ഇത്രത്തോളം വലിയ ലാഭം നേടിയ സിനിമ ഉണ്ടാകുമോ എന്നുള്ളതും സംശയം തന്നെയാണ്. അത്രത്തോളം വലിയ ലാഭത്തിലേക്കാണ് തുടരുമെന്ന സിനിമ ഇതിനോടകം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ജനപ്രിയ നായകൻ ദിലീപിന്റെ 150-ാമത്തെ സിനിമ മെയ് മാസം 9-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണ്. നിലവിൽ 17 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ 17-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 75 ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 17 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 15 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ 16 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 20 കോടി പിന്നിട്ട സിനിമ 17-ാം ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 21 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. അടുത്ത സിനിമ മെയ് മാസം 8-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ പടക്കളം. നിലവിൽ 18 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന പടക്കളം എന്ന സിനിമയുടെ 18-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 60 ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രം ആദ്യ 18 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 10 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 12 കോടി 13 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ 18 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഏപ്രിൽ മാസം 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് നസ്രീനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി വിഷു വിന്നറായി മാറിയ സിനിമ കൂടിയാണല്ലോ ആലപ്പുഴ ജിംഖാന. ഒരുപാട് സിനിമ പ്രേക്ഷകരാണ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് സോണി ലിവ് ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 5-ാം തീയതി സോണി ലിവ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ മലയാളം അടക്കമുള്ള വിവിധ പാൻ-ഇന്ത്യൻ ഭാഷകളിലായിരിക്കും ചിത്രം OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.